ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി രസത്തിൻ്റെ റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനും ജോബിന് പോകുന്നവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു രസത്തിൻ്റെ റെസിപ്പി. അപ്പം നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. അതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഹാഫ് ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്ത് പിഴിഞ്ഞതാണ്. ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതേ വലുപ്പത്തിൽ ഒരു തക്കാളി സ്കിന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഉടച്ച് മിക്സ് ചെയ്യാം. ഇതേപോലെ നല്ലതുപോലെ ഉടച്ചിടണേ. അപ്പോഴാണ് തക്കാളിയുടെ ജ്യൂസ് എല്ലാം പുറത്തു വന്ന് നമ്മുടെ രസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ഗ്ലാസ് വെള്ളം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുളിയും വെള്ളവും ചേർക്കണേ. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്തത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് കടുക് താളിച്ചെടുത്താൽ നമ്മുടെ രസം റെഡിയായി. രസം ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തീ സിമ്മിൽ ഇട്ടിട്ട് തൊട്ടടുത്തൊരു കടായി വെച്ചിട്ടുണ്ട് കടുക് താളിക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ചൂടായി വന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഒരു വറ്റൽമുളക് 3ആയിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് നോക്കാം. ഉപ്പ് പാകത്തിനാണേ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില വേണ്ടാത്തവർ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. നമ്മുടെ രസം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് കഴിക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. വളരെ ഈസി ആയിട്ട് 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു രസമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.